സംസ്ഥാനത്തെ SSLC ഹയർ സെക്കൻഡറി VHSE പരീക്ഷകൾക്ക് ഇന്ന് തുടക്കമാകും. ഈ വർഷം 4 ലക്ഷം കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത്. +2 ഒന്നാം വർഷ പരീക്ഷകൾ ഇന്നും രണ്ടാം വർഷ പരീക്ഷകൾ നാളെയുമാണ് തുടങ്ങുക. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫ് മേഖലയിൽ ഇന്നത്തെ SSLC പരീക്ഷയും നാളെയും മറ്റന്നാളും നടത്തേണ്ടുന്ന +2 പരീക്ഷകളും മാറ്റി. സംസ്ഥാനത്ത് 4,17,497 വിദ്യാർത്ഥികളാണ് SSLCക്ക് രജിസ്റ്റർ ചെയ്തത്. ഗൾഫിൽ 633 പേരും ലക്ഷദ്വീപിൽ 386 പേരും 4,52,437 പേരാണ് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത്. ഒന്നാം വർഷ ഹയർ സെക്കൻഡറിക്ക് 4,11,025 പേർ. പരീക്ഷ നടത്തിപ്പിനായി 26,000 അധ്യാപകരെ നിയമിച്ചിട്ടുണ്ട്. SSLC മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ഏപ്രിൽ 7 തുടങ്ങി 28 അവസാനിക്കും. ഫലപ്രഖ്യാപനം മെയ് 3 വാരം. സംസ്ഥാനത്ത് തുടങ്ങിയ SSLC ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ വിദ്യാർത്ഥികൾക്ക് ആശങ്ക ഉണ്ടാകേണ്ടതില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഭയപ്പെടുത്തുന്ന രീതിയിൽ ചില പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. അതിനു പിന്നിൽ വേറെ ലക്ഷ്യങ്ങളാണ്. പുതിയ പാഠപുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് പരീക്ഷ നടത്തുന്നതെന്നും കുട്ടികൾക്ക് ഉത്കണ്ഠ വേണ്ടെന്നും മന്ത്രി പറഞ്ഞു. ചോദ്യപേപ്പർ തയ്യാറാക്കിയത് മാതൃകാപരമായ രീതിയിലും അതീവ രഹസ്യ സ്വഭാവത്തോടെയുമാണ്. വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്ന കേന്ദ്രങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നുണ്ട്. ഇത്തരം കേന്ദ്രങ്ങൾക്കെതിരെ ഇനിയും നടപടി ശക്തമാക്കുമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. മേക്കപ്പ് ആർട്ടിസ്റ്റും ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റുമായ സീമ വിനീത് BJPയിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു. അഭിപ്രായങ്ങൾ വ്യക്തതയോടെ വെട്ടിത്തുറന്നു പറയുന്ന വ്യക്തിയാണ് സീമ വിനീത്. മറ്റ് 15 ട്രാൻസ്ജെൻഡർമാരും BJPയിൽ ചേർന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഏറെ ഫോളോവേഴ്സ് ഉള്ള ആർട്ടിസ്റ്റാണ് സീമ. ഒരു ഇൻഫ്ലുവൻസറായും അറിയപ്പെടുന്നുണ്ട്. മിനിമം വേതനം 40,000 രൂപയാക്കണമെന്നാവശ്യപ്പെട്ട് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നഴ്സുമാർ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. സംസ്ഥാനത്തെ 490 സ്വകാര്യ ആശുപത്രികളിലെ ആയിരക്കണക്കിന് നഴ്സുമാരാണ് പണിമുടക്കിൽ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പങ്കാളികളായത്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് തുടങ്ങിയ മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം ചെയ്തു. 2018 അവസാനമായി ശമ്പള പരിഷ്കരണം നടന്നതെന്നും നിലവിലെ ജീവിത ചെലവ് അനുസരിച്ച് ഇതൊട്ടും പര്യാപ്തമല്ലെന്നും UNA ഭാരവാഹികൾ പറഞ്ഞു. സ്വന്തം മതത്തിനു വേണ്ടി, വിശ്വാസത്തിനു വേണ്ടി സംസാരിച്ച് തന്നെ വർഗീയവാദിയാക്കാൻ പലരും ശ്രമിച്ചുവെന്ന് അഖിൽ മാരാർ ഹിന്ദു ഏകതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരാണ് സത്യത്തിൽ ഇവിടെ വർഗീയത പറയുന്നത്? ഹിന്ദു ഒന്നിച്ചാൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഹിന്ദു മാത്രം എന്തിനാണ് മതേതരവാദിയാകുന്നത്? മതേതരവാദിയാകണമെങ്കിൽ അവൻ ഹിന്ദുവിനെ തള്ളിപ്പറയണം. പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള വർഗീയവാദികളെ ചേർത്ത് നിർത്തണം. ആരാണ് ഹിന്ദു ഒന്നിക്കുന്നതിനെ എതിർക്കുന്നത്? സ്വന്തം വിശ്വാസങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവനെ പരിഹസിച്ചില്ലാതാക്കുന്നു. ഞാനൊരു മുസ്ലിമിനെയും ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ മതത്തിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി സംസാരിച്ച എന്നെ വർഗീയവാദിയാക്കാൻ ശ്രമിച്ചു. നമ്മൾ ഒന്നാകുമ്പോൾ മാത്രമേ നമ്മുടെ സ്വന്തബോധം ഉയർന്ന് പ്രവർത്തിക്കൂ. ഒരുപക്ഷെ RSS കൂടി ഇല്ലാതിരുന്നെങ്കിൽ എന്താകുമായിരുന്നു രാജ്യത്തിന്റെ അവസ്ഥയെന്നും അഖിൽ മാരാർ ചോദിച്ചു. പാലക്കാട് ഡിവിഷനിൽ RPFും എക്സൈസും സംയുക്തമായി ട്രെയിനുകളിലും റെയിൽവേ സ്റ്റേഷനിലും നടത്തിയ പരിശോധനയിൽ 30 ലക്ഷം രൂപയുടെ മയക്കുമരുന്നും മദ്യവും പിടികൂടി. പാലക്കാട്ട് നിന്ന് കണ്ടെടുത്ത 53 കിലോ കഞ്ചാവിന് മാത്രം 26 ലക്ഷം രൂപ വില വരും. ഷൊർണൂരിൽ നിന്ന് 2 കിലോയും തലശ്ശേരിയിൽ നിന്ന് 3 കിലോയും കഞ്ചാവ് പിടികൂടി. പയ്യന്നൂരിൽ നിന്ന് 13 ലിറ്റർ മദ്യം പിടിച്ചെടുത്തു. ആകെ 59 കിലോ കഞ്ചാവും 13 ലിറ്റർ മദ്യവുമാണ് 2 ദിവസത്തെ പരിശോധനയിൽ എക്സൈസ് സംഘം പിടിച്ചെടുത്തത്. വരും ദിവസങ്ങളിൽ കർശനമായ പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. മലയാള ഭാഷാ ബില്ലിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഒപ്പുവെച്ചതിൽ നന്ദി അറിയിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കേരളത്തിലെയും മലയാള ഭാഷയുടെയും കീർത്തി കൂടുതൽ വ്യാപിക്കാൻ സഹായിക്കുന്ന ഈ ബിൽ ഓരോ മലയാളിക്കും അഭിമാനകരമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പുതുതലമുറയ്ക്ക് മാതൃഭാഷയോടുള്ള ആത്മബന്ധം ശക്തമാക്കാനും സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ചുള്ള ബോധം ആഴത്തിലുള്ളതാക്കാനും ഇതിലൂടെ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രഥമ ഭാഷ മലയാളമാക്കുമ്പോൾ മറ്റു ഭാഷകൾ ഇകഴ്ത്തിക്കെട്ടാനോ മാറ്റി നിർത്താനോ പാടില്ല. ഇംഗ്ലീഷ്, ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകൾ നമ്മുടെ യുവാക്കളുടെ ഭാവി പുരോഗതിക്ക് അത്യന്താപേക്ഷിതമാണ്. സർക്കാർ ഉത്തരവുകൾ, ഔദ്യോഗിക രേഖകൾ, പൊതുസേവനങ്ങൾ എന്നിവ പൂർണ്ണമായി മലയാളത്തിൽ ലഭ്യമാകുമ്പോൾ ജനങ്ങളും സർക്കാരും തമ്മിലുള്ള ആശയവിനിമയം കൂടുതൽ വ്യക്തവും സുതാര്യവും ഫലപ്രദവുമായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ സാംസ്കാരിക വ്യക്തിത്വത്തെയും ജനങ്ങളുടെ ആത്മാഭിമാനത്തെയും വാനോളം ഉയർത്തുന്ന ഈ ബില്ലിൽ ഒപ്പുവയ്ക്കണമെന്ന് ഗവർണർ രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കേരളത്തിലെ സാംസ്കാരിക നായകർ നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രധാന ആവശ്യമെന്ന നിലയിലാണ് ബില്ല് ഒപ്പുവയ്ക്കണമെന്ന അഭ്യർത്ഥന BJP സംസ്ഥാന അധ്യക്ഷൻ നടത്തിയത്. JDU നേതാവും മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറിന്റെ മകൻ നിഷാന്ത് കുമാർ സജീവ രാഷ്ട്രീയത്തിലേക്ക്. നിഷാന്ത് ഉപമുഖ്യമന്ത്രിയാകുമെന്നും നിതീഷ് രാജ്യസഭയിലേക്ക് മത്സരിച്ച് കേന്ദ്രമന്ത്രിയാകുമെന്നും മുഖ്യമന്ത്രി പദം BJPക്ക് കിട്ടുമെന്നാണ് മാധ്യമങ്ങളിൽ പടരുന്ന അഭ്യൂഹങ്ങൾ. എന്നാൽ ഇക്കാര്യങ്ങൾക്ക് സ്ഥിരീകരണമില്ല. ബീഹാറിൽ നിന്ന് രാജ്യസഭയിലുള്ള 16 സീറ്റുകളിൽ 5 ഏപ്രിൽ 9 ഒഴിയും. ഇതിൽ 2 JDUവിന്റെയാണ്. രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാനായ ഹരിവംശ് നാരായൺ സിംഗും കേന്ദ്ര കൃഷി സഹമന്ത്രി രാംനാഥ് താക്കൂറും
രാംനാഥ് മുതിർന്ന സോഷ്യലിസ്റ്റ് ആയിരുന്ന ഭാരതരത്ന കർപ്പൂരി താക്കൂറിന്റെ മകനാണ്. NDA ഘടകകക്ഷിയായ RLM അധ്യക്ഷൻ ഉപേന്ദ്ര കുശ്വാഹയാണ് മൂന്നാമത്തെ രാജ്യസഭാ MP. രണ്ടെണ്ണം ലാലു പ്രസാദ് യാദവിന്റെ RJD അംഗങ്ങളാണ്. തിരഞ്ഞെടുപ്പിൽ 4 പേരെ നിഷ്പ്രയാസം ജയിപ്പിക്കാൻ വേണ്ട അംഗസംഖ്യ NDAയ്ക്കുണ്ട്. 202 MLA-മാരാണ് NDAയ്ക്കുള്ളത്. ഒരു സീറ്റിൽ കൂടി മത്സരിച്ച് ജയം കരസ്ഥമാക്കാനാണ് NDAയുടെ നീക്കം. ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം JDU അധ്യക്ഷൻ നിതീഷ് കുമാർ രാജിവെക്കുമെന്ന് റിപ്പോർട്ട്. ബീഹാർ രാഷ്ട്രീയത്തിൽ പുതിയ വഴിത്തിരിവ്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥിയായി മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാവിലെ 11:30 ബീഹാർ നിയമസഭയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. JDU സ്ഥാനാർത്ഥി രാംനാഥ് താക്കൂറും അദ്ദേഹത്തോടൊപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നിതീഷ് കുമാർ ഒഴിയും. ഇതോടെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കുമെന്നും അദ്ദേഹത്തിന്റെ മകൻ നിശാന്ത് കുമാറിന്റെ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്ത് പങ്കുണ്ടാകുമെന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു. എന്നാൽ BJP മുഖ്യമന്ത്രി വരുമെന്നാണ് സൂചന. നിതീഷ് കുമാറിന്റെ മകൻ നിശാന്ത് കുമാറിനെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിയേക്കുമെന്നും സൂചന. TVK അധ്യക്ഷനും നടനുമായ വിജയും ഭാര്യ സംഗീത സ്വർണ്ണലിംഗവും തമ്മിലുള്ള വിവാഹമോചന കേസ് കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പിലേക്ക് നീങ്ങുന്നതായി റിപ്പോർട്ട്. കുടുംബ കോടതിയിലുള്ള കേസ് അവസാനിപ്പിക്കുന്നതിനായി സംഗീതയ്ക്കും മക്കൾക്കുമായി വിജയ് 250 കോടി രൂപ നൽകാൻ ധാരണയായതായാണ് സൂചന. ചെങ്കൽപ്പേട്ട് ജില്ലാ കുടുംബ കോടതിയിലാണ് സംഗീത വിവാഹമോചന ഹർജി നൽകിയത്. വിവാഹേതര ബന്ധം ആരോപിച്ചാണ് സംഗീത വിവാഹമോചനം ആവശ്യപ്പെട്ടതെങ്കിലും വിഷയം കോടതിക്ക് പുറത്ത് പരിഹരിക്കാനാണ് വിജയിയുടെ താല്പര്യം. സജീവ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ച വിജയ് തന്റെ പുതിയ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം ശക്തിപ്പെടുത്തുന്ന തിരക്കിലാണ്. ഈ നിർണായക ഘട്ടത്തിൽ കുടുംബ പ്രശ്നങ്ങൾ പരസ്യമാകുന്നതും കോടതി കയറുന്നതും തന്റെ രാഷ്ട്രീയ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന് വിജയ് ആശങ്കപ്പെടുന്നു. അതേസമയം വിജയുടെ നേതൃത്വത്തിൽ നടന്ന റാലിയിൽ അപകടം. തഞ്ചാവൂരിലെ റാലിയിൽ ഉണ്ടായ അപകടത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. ഒരു വിദ്യാർത്ഥിയുടെ നില ഗുരുതരം. വിജയുടെ വാഹനത്തെ പിന്തുടരുന്ന ബൈക്കുകൾ പോലീസ് വാഹനത്തിൽ ഇടിച്ചാണ് അപകടം. വാഹനത്തെ പിന്തുടരുന്നതിനിടെ ബൈക്കിൽ നിന്ന് വീണ P. വിഘ്നേഷ് എന്ന യുവാവിനാണ് പരിക്കേറ്റത്. ഡിഗ്രി 3ാം വർഷ വിദ്യാർത്ഥിയാണ് വിഘ്നേഷ്. ഇയാളെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുച്ചിയിൽ നിന്ന് തഞ്ചാവൂരിലെ ചെങ്കിപ്പട്ടയിലേക്ക് ഒരു പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്നു വിജയ്. എന്നാൽ ആവേശഭരിതരായ ആരാധകർ ഇരുചക്ര വാഹനങ്ങളിൽ അദ്ദേഹത്തിന്റെ വാഹനത്തെ പിന്തുടരാൻ തുടങ്ങിയതോടെ യാത്ര താറുമാറായി. ഇറാൻ-ഇസ്രായേൽ സംഘർഷം തുടരുന്നതിനിടെ ഗൾഫ് രാജ്യങ്ങളുമായി സന്ധി സംഭാഷണത്തിനുള്ള തയ്യാറെടുപ്പുകൾ ശക്തമാക്കി ഇറാൻ. ഗൾഫ് രാജ്യങ്ങളുടെ പരമാധികാരത്തെ മാനിക്കുന്നുവെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു. അമേരിക്ക ഇസ്രായേൽ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ തങ്ങൾക്ക് മുന്നിൽ മറ്റു മാർഗങ്ങളില്ലായിരുന്നുവെന്നും ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കി. മേഖലയുടെ സ്ഥിരതയ്ക്കായി എല്ലാ രാജ്യങ്ങളും കൈകോർക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇതിനിടെ ഇറാൻ വിദേശകാര്യമന്ത്രി ഖത്തർ പ്രധാനമന്ത്രിയുമായി ഫോണിൽ ആശയവിനിമയം നടത്തി. തങ്ങളുടെ ആക്രമണം ഖത്തറിനെ ലക്ഷ്യമിട്ടതല്ലെന്ന് ഇറാൻ വിശദീകരിച്ചെങ്കിലും ഈ വാദങ്ങൾ ഖത്തർ തള്ളി. ഇറാൻ ആക്രമണം ജനങ്ങളെ ബാധിച്ചതായും തങ്ങളെ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമമുണ്ടായതായും ഖത്തർ പ്രതികരിച്ചു. മേഖലയിൽ തുടരുന്ന ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഖത്തർ ആവശ്യപ്പെട്ടു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ഇറാൻ യുദ്ധക്കപ്പൽ നേരെ അമേരിക്കൻ അന്തർവാഹിനി നടത്തിയ ആക്രമണത്തിൽ 87 പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം. ശ്രീലങ്കൻ വിദേശകാര്യ സഹമന്ത്രി അരുൺ ഹേമചന്ദ്രയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. IRIS സേനയിൽ 180 പേർ ഉണ്ടായിരുന്നുവെന്നും ശ്രീലങ്ക അറിയിച്ചു. 32 പേരെ ശ്രീലങ്കൻ അധികൃതർ രക്ഷപ്പെടുത്തിയതായാണ് വിവരം. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് അമേരിക്ക ആക്രമിച്ച് തകർത്ത ഇറാനിയൻ യുദ്ധക്കപ്പൽ വിശാഖപട്ടണത്ത് വെച്ച് നടന്ന സൈനികാഭ്യാസത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ഇറാന് നേർക്ക് US ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളുടെ തുടർച്ചയായിരുന്നു ശ്രീലങ്കൻ സമുദ്രാതിർത്തിക്ക് അടുത്തുവെച്ച് ബുധനാഴ്ച പുലർച്ചെ ആക്രമണം ഉണ്ടായത്. US ഇസ്രായേലും ഇറാനെ ആക്രമിച്ചതോടെ ആരംഭിച്ച യുദ്ധം വ്യാഴാഴ്ച 6ാം ദിവസത്തിലേക്ക് കടന്നു. അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരായ ആക്രമണം തുടരുകയാണ്. അതേസമയം ഇറാനും ശക്തമായ പ്രതികരണമാണ് നൽകുന്നത്. ഈ യുദ്ധത്തിന്റെ തീ മുഴുവൻ മിഡിൽ ഈസ്റ്റിലേക്കും എത്തിയിരിക്കുകയാണ്. അറബ് രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഇതോടൊപ്പം ഇസ്രായേലിനെതിരെയും ഇറാൻ ശക്തമായി ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തി. അതേസമയം ഇറാൻ നമ്മളെ ആക്രമിക്കാൻ പോവുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. നമ്മൾ ആക്രമിച്ചില്ലായിരുന്നുവെങ്കിൽ അവർ ആക്രമിക്കുമായിരുന്നു. എന്നാൽ ഇറാന്റെ വ്യോമസേനയും നാവികസേനയും നശിപ്പിക്കപ്പെട്ടുവെന്നും ട്രംപ് പറഞ്ഞു.